ഇവിടെ നിന്ന് ഈ ലോഡുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ 1 മണിക്കൂറെങ്കിലും ആവും. ഇങ്ങനെ കയറ്റി നീ എപ്പ ചെല്ലാൻ അവിടെ വന്നിപ്പോ ഒരു പേടി ഇല്ലാതായി. அண்ணா கோபப்படுமண்ணா கிருஷ்ணா அந்த பப்புல அத்த கஷ்டப்பட்டா அச்சப்னியோ ഇവനെന്താടാ പറയുന്നത്? എന്താടാ ചോദിച്ചിട്ടൊന്നും മിണ്ടായിരിക്കുന്നത്? എന്നതാടാ? അയാൾ പറഞ്ഞത് എനിക്കും തികച്ചില്ല ചേട്ടാ. അത് കേട്ടാ ചേട്ടൻ സഹിക്കില്ല. വേണ്ട ചേട്ടാ വിട്ടേക്ക്. എന്താ എനിക്ക് സഹിക്കില്ലെന്നോ? അതെന്താ കാര്യം? എടാ കൃഷ്ണ, നീ എവിടെ പോവാ? വിക്ടറിനെ കാണാൻ പോവാ. ജോലിക്ക് വരുന്നില്ലേ? എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവുക, ഞാൻ വരുന്നില്ല. നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാ, ഞാൻ വരുന്നില്ല. എടാ കൃഷ്ണ, ചോക്ലേറ്റ് എല്ലാം സമയത്ത് തന്നെ അവിടെ എത്തിക്കേണ്ടതാ, അല്ലെങ്കിൽ തന്നെ സമയം കഴിഞ്ഞു. ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നീ വേണം കൃഷ്ണ സഹായിക്കാൻ. എന്റെ ചക്കരക്കുട്ടനല്ലേ? കൃഷ്ണ, ഹോസ്പിറ്റലിൽ പോകാതെ എന്താ ചെയ്യുന്നേ? മൂർത്തി ജോലി ചെയ്യാൻ പറഞ്ഞു. അയ്യോ സാർ, എന്റെ ഭാര്യയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. കൃഷ്ണനോട് ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല സാർ. അവൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ആളല്ലേ, അവൻ എന്തിനാ നിങ്ങൾ ഇവിടെ നിർത്തിയേക്കുന്നത്? ശരിയാണല്ലോ കൃഷ്ണ, നീ ആശുപത്രിയിലല്ലേ പോകേണ്ടത്? എന്തിനു ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു? അവനെ പഴി ചാരാൻ നോക്കണ്ട. വാങ്ങാനുള്ള ലിസ്റ്റ് എന്തെങ്കിലും കൊടുത്തോ? മൂർത്തി, ലോഡ് ഇറക്കാൻ പോകുമ്പോ ഇവനെ ചന്തയിൽ നിറക്കി വിടണം. നീ എല്ലാം വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഞാൻ വന്ന് കണ്ടോളാം കേട്ടോ. നോക്കി നോക്കി. എടാ കൃഷ്ണ, ഇതൂടെ കൊണ്ടുപോ. കൃഷ്ണ, നീ എവിടെ പോവാ? കുഞ്ഞ് ജനിക്കാൻ പോവാ. ഗുഡ് മോർണിംഗ്. സോറി ബാനു, ഞാൻ നിങ്ങൾക്ക് പെൺകുഞ്ഞാ ജനിച്ചിരിക്കുന്നത്. സാരി, വിട്ട് ഞാൻ വിട്ട് എന്നെ പോലാണോ അതോ ഭാനുവിനെ പോലാണോ? ഭാനു, ഭാനു എവിടെ? ഭാനു ഇനി വരില്ല. പാല് കൊടുക്കണം. പാല് എപ്പോഴാ വരുന്നേ? എവിടെ പോയിരിക്കുക? സ്വർഗത്തിൽ. അവസാനമായിട്ട് കണ്ടവരൊക്കെ വന്ന് കണ്ടോളൂ.